നമസ്കാരം. ഇന്ന് ഇതുവരെയുള്ള എല്ലാ വാർത്തകളും വിശദമായി നോക്കാം. ന്യൂസ് അറ്റ് 6 PM ആദ്യം പ്രധാന തലക്കെട്ടുകൾ. നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെ വെറുതെ വിട്ട് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. 8ാം പ്രതിയായ ദിലീപിനെതിരെ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം തെളിയിക്കാനായില്ല. 1ാം പ്രതി പൾസർ സുനി അടക്കമുള്ള 6 പേർ കുറ്റക്കാർ. ഇവർക്കെതിരെ കൂട്ടബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ, ഗൂഢാലോചന കുറ്റങ്ങൾ തെളിഞ്ഞു. വെള്ളിയാഴ്ച വിധിയിന്മേൽ വാദം കേട്ട ശേഷം ശിക്ഷ വിധിക്കും. ഹൈക്കോടതിയിൽ സർക്കാർ അപ്പീൽ നൽകും. ആളുകൾ ഒരുപാട് പേര്, കോടിക്കണക്കിന് ആൾക്കാരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നെ അത്രയും സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അവരുടെ പേരെടുത്ത് പറഞ്ഞാൽ തീരില്ല. അവര് വിവിധ മേഖലയിലുള്ള ആളുകളാണ്. അവരോടെല്ലാം ഈ നിമിഷത്തിൽ ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ്. പിന്തുണച്ചവർക്കും പ്രാർത്ഥിച്ചവർക്കും നന്ദിയെന്ന് ദിലീപ്. മഞ്ജുവിന്റെ പേരെടുത്തു പറഞ്ഞ വിമർശനം. കരിയറും ഇമേജും ജീവിതവും തകർക്കാൻ നടന്ന ഗൂഢാലോചനയെന്നും പോലീസ് കള്ളക്കഥ മെനഞ്ഞെന്നും ദിലീപ്. നിയമം നീതിയുടെ വഴിക്ക് പോകട്ടെ എന്ന് താരസംഘടന അമ്മയുടെ പോസ്റ്റ്. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പോളിംഗ് നാളെ. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകൾ വിധിയെഴുതും. എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. രാഹുൽ മാങ്കൂട്ടത്തിലിന് വീണ്ടും കുരുക്കായി. 2ാം ബലാത്സംഗ കേസിൽ അതിജീവിതയുടെ മൊഴി. കരഞ്ഞ് കാല് പിടിച്ചിട്ടും ക്രൂരമായി ബലാത്സംഗം ചെയ്തെന്നും ശരീരത്തിൽ നിരവധി മുറിവുകളുണ്ടെന്നും അതിജീവിത. 2ാം ബലാത്സംഗ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ 10ാം തീയതി വിധി പറയും. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ പത്മകുമാറിനെ ഒരു ദിവസത്തേക്ക് SIT കസ്റ്റഡിയിൽ വിട്ടു. കള്ളപ്പണ ഇടപാട് അന്വേഷിക്കണമെന്ന EDയുടെ ഹർജി ബുധനാഴ്ച വിജിലൻസ് കോടതി പരിഗണിക്കും. ശബരിമലയിൽ ED അന്വേഷണം വേണ്ടെന്ന് സംസ്ഥാന സർക്കാർ. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടൻ ദിലീപിനെ വെറുതെ വിട്ട് കോടതി. ഗൂഢാലോചന കുറ്റത്തിന് തെളിവില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ ഉത്തരവ്. കേസിൽ ആദ്യ 6 പ്രതികളും കുറ്റക്കാരാണെന്ന് കോടതി വിധിച്ചു. ഇവരെ റിമാൻഡ് ചെയ്തു. വെള്ളിയാഴ്ച വിധിയിന്മേൽ വാദം കേട്ട ശേഷം ശിക്ഷ വിധിക്കും. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട് 8 വർഷം പിന്നിടുമ്പോഴാണ് നിർണായകമായ ഉത്തരവ് വന്നിരിക്കുന്നത്. നടിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗത്തിന് ഇരയാക്കി ദൃശ്യങ്ങൾ പകർത്തിയെന്നതാണ് കേസ്. കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത പൾസർ സുനി, മാർട്ടിൻ ആന്റണി, B മണികണ്ഠൻ, VP വിജീഷ്, വടിവാൾ സലീം, പ്രദീപ് എന്നിവർ കുറ്റക്കാരാണെന്ന് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധിച്ചു. ബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ, ഭീഷണിപ്പെടുത്തൽ, തെളിവ് നശിപ്പിക്കൽ, IT ആക്ടിലെ വിവിധ വകുപ്പുകൾ തുടങ്ങിയ കുറ്റങ്ങളാണ് 6 പേർക്കുമെതിരെ ചുമത്തിയിരിക്കുന്നത്. എല്ലാ കുറ്റങ്ങളും തെളിയിക്കപ്പെട്ടു. വളരെ ഗൗരവതരമായ കുറ്റങ്ങളാണ് ഇവർ ചെയ്തതെന്ന് കോടതി പ്രത്യേകം പരാമർശിച്ചു. ദിലീപിനൊപ്പം 7ാം പ്രതി ചാർലി തോമസ്, 9ാം പ്രതി മേസ്തിരി സനിൽ, 15ാം പ്രതി ശരത്ത് എന്നിവരും കുറ്റവിമുക്തരാക്കപ്പെട്ടു. ക്രിമിനൽ ഗൂഢാലോചനയടക്കം ദിലീപിനെതിരായ കുറ്റങ്ങൾ തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല. ജയിലിൽ വെച്ച പൾസർ സുനിയെ ദിലീപിന്റെ ആളുകളുമായി ബന്ധപ്പെടാൻ സഹായിച്ചതിന് മേസ്തിരി സനിലിനെതിരെയും തെളിവ് നശിപ്പിച്ചതിന് ദിലീപിന്റെ സുഹൃത്ത് ശരത്തിനെതിരെയും തെളിവില്ലെന്നും കോടതി വ്യക്തമാക്കി. കേസിൽ അപ്പീൽ പോകാനാണ് പ്രോസിക്യൂഷൻ തീരുമാനം. It is not the final verdict, it's the first verdict and it will not end up here and it will continue and we will continue the fight till the complete justice is brought to the victim. കുറ്റക്കാരായി കണ്ടെത്തിയ 6 പ്രതികളെയും റിമാൻഡ് ചെയ്തു. വിധിയിൽ 12ാം തീയതി വാദം നടക്കും. അതിനുശേഷമായിരിക്കും ശിക്ഷാവിധി പ്രസ്താവിക്കുക. അമൃത ന്യൂസ്, കൊച്ചി.
കേസിൽ പ്രതിയാക്കാൻ ഗൂഢാലോചന നടന്നെന്നും എല്ലാം തുടങ്ങിയത് ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ നടന്ന അമ്മയുടെ യോഗത്തിൽ മഞ്ജു വാര്യർ നടത്തിയ പ്രസംഗത്തിന് ശേഷമാണെന്നും ദിലീപ് അന്നത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയും അവരുടെ സംഘവും ചേർന്നാണ് തന്നെ പ്രതിയാക്കാൻ ഗൂഢാലോചന നടത്തിയതെന്ന് കുറ്റവിമുക്തനാക്കപ്പെട്ട ശേഷം ദിലീപ് ആരോപിച്ചു. സർക്കാർ അപ്പീൽ പോകാൻ തീരുമാനിച്ചെങ്കിലും തുടർ നടപടികളെക്കുറിച്ച് ആലോചിച്ചിട്ടില്ലെന്ന് ദിലീപിന്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് രാമൻപിള്ള പറഞ്ഞു. മഞ്ജു വാര്യരുടെ ക്രിമിനൽ ഗൂഢാലോചന എന്ന പരാമർശത്തിൽ നിന്നാണ് കേസിന്റെ ഗൂഢാലോചന തന്നിലേക്ക് നീണ്ടതെന്ന് ദിലീപ് പറഞ്ഞു. യഥാർത്ഥ ഗൂഢാലോചന തന്നെ പ്രതിയാക്കി കരിയറും ജീവിതവും നശിപ്പിക്കാനായിരുന്നു. മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് പോലീസ് കള്ളക്കഥ മെനഞ്ഞ് സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു. പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ നിന്ന കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും ദിലീപ് നന്ദി പറഞ്ഞു. ഈ കേസിലെ ക്രിമിനൽ ഗൂഢാലോചന ആ ക്രിമിനൽ ഗൂഢാലോചന മഞ്ജു പറഞ്ഞതാണ് എനിക്കെതിരെയുള്ള പോലീസ് സംഘം ഒരു കള്ളക്കഥ മെന്നെടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഈ പോലീസ് സംഘം ചില മാധ്യമങ്ങളെയും അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ചില മാധ്യമപ്രവർത്തകരെയും കൂട്ടുപിടിച്ച് ഈ കള്ളക്കഥ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഈ കേസില് യഥാർത്ഥ ഗൂഢാലോചന എന്ന് പറയുന്നത് എന്നെ പ്രതിയാക്കാനാണ്. സമൂഹത്തില് എന്റെ കരിയർ, എന്റെ ഇമേജ്, എന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. എന്റെ കൂടെ നിന്ന് എല്ലാ കുടുംബാംഗങ്ങളോടും, എന്റെ സുഹൃത്തുക്കളും അവരുടെ കുടുംബങ്ങളോടും, അതുപോലെ എനിക്ക് വേണ്ടി കാണാത്ത കേൾക്കാത്ത ആളുകൾ ഒരുപാട് പേര്, കോടിക്കണക്കിന് ആൾക്കാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നെ അത്രയും സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അവരുടെ പേരെടുത്ത് പറഞ്ഞാൽ തീരില്ല. അവര് വിവിധ മേഖലയിലുള്ള ആളുകളാണ്. അവരോടെല്ലാം ഈ നിമിഷത്തിൽ ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ്. വിചാരണയ്ക്കിടയിൽ 2 പ്രോസിക്യൂട്ടർമാർ ഒഴിവായത് കേസ് നിലനിൽക്കില്ലെന്ന പൂർണ്ണ ബോധ്യത്തിലാണെന്ന് അഡ്വക്കേറ്റ് രാമൻപിള്ള പ്രതികരിച്ചു. നീതിയുക്തമായ വിധി, തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ നീതിയുക്തമായ വിധി, കോടതി തെളിവുകൾ പരിശോധിച്ച് അതിൽ എടുക്കാൻ പറ്റിയ തീരുമാനം എടുക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ജഡ്ജ്മെൻറ്റ് കണ്ടില്ല. ഫൈനൽ വെർഡിക്റ്റ് കേസിൻ്റെ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി തീരുമാനം. ഒരു തെളിവ് പോലും ദിലീപിനെ കണക്ട് ചെയ്യുന്ന ഒന്നും സത്യസമല്ല, എല്ലാം കിട്ടിച്ചാലും ബോധ്യമാകും. അപ്പം കേസ് ഇപ്പോൾ തീരുന്നില്ലല്ലോ, കണ്ടിന്യൂ ചെയ്യല്ലോ. അപ്പീൽ കൊടുക്കും, സുപ്രീം കോടതി പോകും. അത് കഴിഞ്ഞല്ലേ വല്ല എടുക്കാൻ പറ്റുള്ളൂ. നടൻ ദിലീപിനെ വെറുതെ വിട്ടതോടെ കോടതിക്ക് പുറത്ത് ഫാൻസ് അസോസിയേഷൻ ലഡു വിതരണം ചെയ്തു. ദിലീപിന്റെ ആലുവയിലെ വീടായ പത്മസരോവരത്തിന് മുന്നിലും ആരാധകർ മധുരം വിതരണം ചെയ്തു. അമൃത ന്യൂസ്, കൊച്ചി. നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെ വെറുതെവിട്ട സംഭവത്തിൽ പ്രതികരണവുമായി നടി പാർവതി തിരുവോത്ത്. കോടതിയിൽ നിന്നുണ്ടായത് എന്ത് നീതിയെന്ന് പാർവതി തിരുവോത്ത് ചോദിച്ചു. മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയാണിതെന്നും പാർവതി തിരുവോത്ത് സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. നിയമം നീതിയുടെ വഴിക്ക് പോകട്ടെ എന്നായിരുന്നു താരസംഘടന അമ്മയുടെ പോസ്റ്റ്. ആക്രമിക്കപ്പെട്ട നടിക്കൊപ്പമാണെന്ന് ആവർത്തിച്ച് നടി റിമ കല്ലിങ്കൽ രംഗത്തെത്തി. അതിജീവിതയ്ക്കൊപ്പമെന്ന നിലപാട് അറിയിച്ചുകൊണ്ട് ഉയർത്തിയ അവൾക്കൊപ്പം എന്നെഴുതിയ ബാനറിന്റെ ചിത്രമാണ് റിമ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. അതിജീവിതയുടെ പോരാട്ടത്തിൽ സർക്കാർ ഒപ്പമുണ്ടാകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. എല്ലാവിധ പിന്തുണയും സർക്കാർ അതിജീവിതയ്ക്ക് നൽകും. അതീവ ഗൗരവത്തോടെയാണ് വിഷയത്തെ മുഖ്യമന്ത്രിയും സർക്കാരും സമീപിക്കുന്നത്. വിധിയുടെ പൂർണ്ണരൂപം വന്നതിന് ശേഷം സർക്കാർ ആലോചിച്ച് ഉചിതമായ തീരുമാനമെടുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. അതിജീവിതയുടെ പോരാട്ടത്തിൽ എന്നും സർക്കാർ അവരോടൊപ്പം തന്നെ ആയിരുന്നു. എല്ലാ പിന്തുണയും അവർക്ക് നൽകിയിരുന്നു. ഇനിയും അതിജീവിതയ്ക്ക് എല്ലാവിധ പിന്തുണയും ഗവൺമെൻറ് നൽകും. വിധിയുടെ പൂർണ്ണരൂപം വന്നിട്ടില്ല. വിധിയുടെ പൂർണ്ണരൂപം വന്നതിന് ശേഷം ഗവൺമെൻറ് ആലോചിച്ച് ആവശ്യമായ തീരുമാനങ്ങൾ കൈക്കൊള്ളും. നടിയെ ആക്രമിച്ച കേസിൽ സർക്കാർ അതിജീവിതയ്ക്കൊപ്പമെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. എത്ര ഉന്നതന്മാരായാലും സർക്കാർ എന്നും അതിജീവിതകൾക്കൊപ്പമായിരിക്കും നിലകൊള്ളുക. കോടതിയുടെ വിധിയിൽ പറഞ്ഞിട്ടുള്ള നിരീക്ഷണങ്ങൾ മനസ്സിലാക്കിയ ശേഷം വിധി സംബന്ധിച്ച് കൂടുതൽ ആധികാരികമായ അഭിപ്രായം രേഖപ്പെടുത്താമെന്നും സർക്കാർ നിലപാട് എന്നും അതിജീവിതയ്ക്കൊപ്പമാണ്, അതിൽ മാറ്റമില്ലെന്നും സജി ചെറിയാൻ വ്യക്തമാക്കി. എന്നും അതിജീവിതയോടൊപ്പമാണ് സർക്കാർ. ആര് കുറ്റം ചെയ്താലും അത് എത്ര ഉന്നതനാണ്, പ്രത്യേകിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഏത് ഉന്നതനാണെങ്കിലും കുറ്റവാളിയാണെങ്കിൽ നിയമത്തിന് മുൻകൂട്ടും. ആ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടന്നത്. ആ അന്വേഷണ അടിസ്ഥാനത്തിലാണ് ഒരു കേസ് തയ്യാറാക്കി കോടതി സബ്മിറ്റ് ചെയ്തത്. വർഷങ്ങളോളം നീണ്ടുനിന്ന വിസ്താരവും വിചാരണയുമാണ് നടന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട കോടതി ഇപ്പോൾ ഫൈൻഡിങ്സ് നടത്തിയിരിക്കുന്നു. ഒരിക്കലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ പാടില്ല. അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള കർശനമായ നിയമ നടപടികളാണ് സർക്കാർ സ്വീകരിക്കുന്നത്.
സർക്കാരിന് ആ കാര്യത്തിൽ വ്യത്യസ്തമായ നിലപാടുമില്ല. ഇപ്പോഴും ആ സ്റ്റാൻഡിൽ നമ്മൾ ഉറച്ചിരിക്കുകയാണ്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ പ്രതികളെ ശിക്ഷിച്ചതിൽ ആശ്വാസമുണ്ടെന്നും ഈ നിമിഷം പി.ടി. തോമസിനെ ഓർക്കുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. പി.ടി. തോമസിന്റെ ഇടപെടൽ ഇല്ലായിരുന്നുവെങ്കിൽ കേസ് ഇല്ലാതാകുമായിരുന്നു. സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്താൻ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രോസിക്യൂഷന് വീഴ്ചയുണ്ടായോ എന്ന് വിധി പൂർണ്ണമായും പരിശോധിച്ച ശേഷമേ പറയാൻ കഴിയുകയുള്ളൂവെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. പൂർണ്ണമായിട്ടുള്ള വിധി പുറത്തു വന്നിട്ടില്ല. എങ്കിലും കുറെ പേര് കുറ്റക്കാരാണ്, അതിൽ നേരിട്ട് പങ്കെടുത്ത ആളുകൾ കുറ്റക്കാരാണ് എന്നുള്ള വിധി വന്നിട്ടുള്ളത് വളരെ ആശ്വാസകരമായ കാര്യമാണ്. ഒരു സ്ത്രീക്കും സംഭവിക്കാൻ പാടില്ലാത്തൊരു ദുരന്തമാണ് അതിജീവിതയ്ക്കുണ്ടായത്. അതിൽ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടു എന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ അത് വളരെ സഹായകരമാകും. അപ്പോൾ സ്ത്രീ സുരക്ഷ ഒരു വളരെ പ്രധാനപ്പെട്ട ഘടകമാക്കി മാറ്റി എല്ലാവരെയും രക്ഷപ്പെടുത്താൻ അവരെ ഒരു പ്രൊട്ടക്ഷൻ, ഒരു സംരക്ഷണം അവർക്ക് കൊടുക്കാൻ വേണ്ടി കൂടുതൽ ശ്രദ്ധിക്കണം. അപ്പോൾ പോലീസും അതിന്റെ അനുസരിച്ചുള്ള ശാസ്ത്രീയമായ സംവിധാനങ്ങൾ വേണം. പരാതികളുമായി വരുന്ന സ്ത്രീകൾക്ക് നീതി കിട്ടുമെന്നുള്ള ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ കൂടി മെച്ചപ്പെടുത്തണം. ഇപ്പം നമ്മുടെ സംസ്ഥാനത്തെ സംവിധാനങ്ങൾ അതിന് പോരാ, കൂടുതൽ ആക്രമണം വരികയാണ്. പല പോലീസ് സ്റ്റേഷനുകളിലും വളരെ നെഗറ്റീവായിട്ടുള്ള പ്രതികരണമാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. അതൊക്കെ കുറെ കൂടി ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് യോജിച്ച സംവിധാനങ്ങൾ ഉണ്ടാകണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. വിധിയിൽ തൃപ്തിയില്ലെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് MLA. കൃത്യമായി കോടതിയിൽ വാദിച്ച് പൂർണ്ണ അർത്ഥത്തിൽ കുറ്റം തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടിരിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. നടി ആക്രമിച്ച കേസിലെ കോടതി വിധി ഒരു തൃപ്തികരമല്ല. പ്രോസിക്യൂഷൻ ആ കേസ് പൂർണ്ണ അർത്ഥത്തിൽ കോടതിയിൽ സമർത്ഥിച്ച് വാദിച്ച് തെളിയിക്കുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു. ഗൂഢാലോചന ഭാഗം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത് പോലീസ് അന്വേഷണ വിഭാഗത്തിൻ്റെയും കേസ് നടത്തിപ്പിൽ പ്രോസിക്യൂഷൻ്റെയും ഗൗരവമേറിയ ഒരു പരാജയമായിട്ട് തന്നെയാണ് വിലയിരുത്തുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ ഗൂഢാലോചന കുറ്റം തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷന് വീഴ്ച പറ്റിയെന്നും ഭരണകൂടം പ്രതികളെ സംരക്ഷിച്ചുവെന്നും KK രമ MLA. പണവും അധികാരവും ഉണ്ടെങ്കിൽ എന്തും സാധിക്കുമെന്നതിന് തെളിവാണിത്. വിധി എതിരാണെങ്കിലും പൊതുസമൂഹം അതിജീവിതയ്ക്കൊപ്പമുണ്ടെന്നും KK രമ പറഞ്ഞു. ഇത് അതിജീവിതയ്ക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാൻ സർക്കാരിന് സാധിച്ചില്ല. ഭരണകൂടത്തിന്റെ കൃത്യമായ വീഴ്ച ഇതിനകത്ത് കാണാൻ സാധിക്കും. കോടതി 6 പേരെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി. പക്ഷെ കോടതി കണ്ടെത്തേണ്ട കാര്യം ഈ 6 പേർ എന്തിനു വേണ്ടിയാണ് ഈ കുറ്റം ചെയ്തത്, ഈ കുറ്റത്തിന്റെ പിന്നിലുള്ള ഗൂഢാലോചന എന്ത്, ആരാണ് ഇവരെ പറഞ്ഞയച്ചത്, അത് കണ്ടുപിടിക്കണ്ടേ. ഒരു കൂട്ടം ക്രിമിനലുകൾ ഇത് ചെയ്തത് മറ്റാരോ അതിന് പിന്നിലുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ആ ആളെ കണ്ടുപിടിക്കാൻ പ്രോസിക്യൂട്ടറിന് സാധിച്ചില്ല. ആ തെളിവുകൾ കൊണ്ടുവരാൻ വേണ്ടി അതിനെ അകത്തേക്ക് വിധി കൊണ്ടുപോകാൻ ആ ജഡ്ജിക്ക് സാധിച്ചില്ല. വളരെ കൃത്യമായ ആലോചന ഇതിനകത്ത് നടന്നിട്ടുണ്ട്. ഈ ഗൂഢാലോചനയിൽ അകപ്പെട്ട ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഭരണകൂടത്തിന്റെ ഭാഗത്ത് തന്നെ വലിയ വീഴ്ചയാണ് ഈ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. കൃത്യമായ പ്രോസിക്യൂഷൻ വീഴ്ചയാണ്. മറ്റു വാർത്തകളിലേക്ക് വന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ 2ാം ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് കോടതി 10ാം തീയതിയിലേക്ക് മാറ്റി. വിധി വരുന്നതുവരെ കടുത്ത നടപടികൾ പാടില്ലെന്ന് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പ്രോസിക്യൂഷനെ അറിയിച്ചു. പ്രോസിക്യൂഷന്റെ അപേക്ഷയെ തുടർന്ന് അടച്ചിട്ട കോടതിയിലാണ് വാദം നടന്നത്. വിവരങ്ങളുമായി രജിത് കുമാർ ചേരുന്നുണ്ട്. രജിത്ത്, ഈ പരാതിക്കാരിയുടെ മൊഴിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് കുരുക്ക് മുറുകുകയാണ്. കാരണം ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് മൊഴിയിൽ പുറത്തു വന്നിട്ടുള്ളത്. 2ാം ജാമ്യാപേക്ഷയിലും 10ാം തീയതിയിലേക്ക് മാറ്റിയ സാഹചര്യമാണുള്ളത്. എന്തുകൊണ്ടാണ് കോടതി വീണ്ടും ഈ ജാമ്യാപേക്ഷ മാറ്റിവെച്ചൊരു സാഹചര്യത്തിലേക്ക് പോയത്? കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് കോടതി 10ാം തീയതിയിലേക്ക് മാറ്റി. വിധി വരുന്നതുവരെ കടുത്ത നടപടികൾ പാടില്ലെന്നാണ് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പ്രോസിക്യൂഷനെ അറിയിച്ചിട്ടുള്ളത്. വിവരങ്ങളുമായി രജിത് കുമാർ ചേരുന്നുണ്ട്. രജിത്ത്, ഈ 2ാം പരാതിയിലും പരാതിക്കാരിയുടെ മൊഴി രാഹുൽ മാങ്കൂട്ടത്തിന് കുരുക്ക് മുറുകുന്നതാണ്. കാരണം ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് മൊഴിയിലൂടെ പുറത്തു വരുന്നത്. പക്ഷേ ജാമ്യാപേക്ഷ വീണ്ടും മാറ്റിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എങ്ങനെയാണ് കോടതി പോയത്? ഹലോ.
രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാം ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് കോടതി 10-ാം തീയതിയിലേക്കാണ് മാറ്റി. വിധി വരുന്നതുവരെ കടുത്ത നടപടികൾ പാടില്ലെന്നും തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പ്രോസിക്യൂഷനെ അറിയിച്ചു. പ്രോസിക്യൂഷന്റെ അപേക്ഷയെ തുടർന്ന് അടച്ചിട്ട കോടതിയിലാണ് വാദം നടന്നത്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരാം. മറ്റു വാർത്തകളിലേക്ക് പോവുകയാണെങ്കിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എ പത്മകുമാറിനെ SIT കസ്റ്റഡിയിൽ വിട്ടു. ദ്വാരപാലക ശില്പക്കേസിൽ ചോദ്യം ചെയ്യുന്നതിനാണ് കൊല്ലം വിജിലൻസ് കോടതി കസ്റ്റഡിയിൽ വിട്ടത്. ഒരു ദിവസത്തേക്കാണ് കസ്റ്റഡി. അതേസമയം പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായി. ഈ മാസം 12-ന് വിജിലൻസ് കോടതി വിധി പറയും. ഇരു കേസുകളിലും പ്രതിയായതോടെ എ പത്മകുമാറിന് മേൽ കുരുക്കുമുറുകുകയാണ്. അതേസമയം കേസിലെ കള്ളപ്പണ ഇടപാട് അന്വേഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് ED സമർപ്പിച്ച അപേക്ഷ ബുധനാഴ്ച വിജിലൻസ് കോടതി പരിഗണിക്കും. ഹൈക്കോടതി അനുമതിയോടെയാണ് ED കൊല്ലം വിജിലൻസ് കോടതിയിൽ അപേക്ഷ നൽകിയത്. കേസിലെ FIR, മൊഴിപ്പകർപ്പടക്കമുള്ള അനുബന്ധ രേഖകൾ ആവശ്യപ്പെട്ടാണ് അപേക്ഷ സമർപ്പിച്ചത്. രേഖകൾ കൈമാറുന്നത് സർക്കാർ കോടതിയിൽ എതിർത്തിരുന്നു. ശബരിമലയിൽ ED അന്വേഷണം വേണ്ട എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. ബുധനാഴ്ച എതിർവാദം കൂടെ കേട്ട ശേഷം രേഖകൾ കൈമാറുന്നതിൽ കോടതി തീരുമാനമെടുക്കും. ഇൻഡിഗോ വിമാന സർവീസ് പ്രതിസന്ധി തുടരുന്നു. ഡൽഹി, മുംബൈ ഉൾപ്പെടെയുള്ള വിമാനത്താവളങ്ങളിൽ നിന്നും സർവീസുകൾ പൂർണ്ണ തോതിൽ ആരംഭിക്കാൻ ആയിട്ടില്ല. 400 വിമാന സർവീസുകൾ റദ്ദാക്കി. ഡൽഹിയിൽ നിന്നും ബംഗളൂരുവിൽ നിന്നും 100 സർവീസുകൾ റദ്ദാക്കി. ആഭ്യന്തര സർവീസുകളാണ് കൂടുതലായി പ്രതിസന്ധി നേരിടുന്നത്. 2300 സർവീസുകളാണ് പ്രതിദിനം ഇൻഡിഗോ നടത്തുന്നത്. അതേസമയം യാത്രാ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് ഇൻഡിഗോയ്ക്ക് നൽകിയ കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകാനുള്ള സമയപരിധി 24 മണിക്കൂർ കൂടി ദീർഘിപ്പിച്ചു. വിഷയം അടിയന്തരമായി പരിഗണിക്കണമെന്ന ആവശ്യം സുപ്രീം കോടതി നിഷേധിച്ചു. കേന്ദ്ര സർക്കാർ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്ന് കോടതി. പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട പൊതു താൽപര്യ ഹർജി ഡൽഹി ഹൈക്കോടതി ബുധനാഴ്ച പരിഗണിക്കും. വിഷയത്തിൽ പാർലമെന്റിൽ പ്രതിപക്ഷം പ്രതിഷേധം അറിയിച്ചു. വ്യോമയാന മന്ത്രി വിശദീകരണം നൽകണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാം ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് കോടതി 10-ാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. വിധി വരുന്നതുവരെ കടുത്ത നടപടികൾ പാടില്ലെന്നും തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പ്രോസിക്യൂഷനെ അറിയിച്ചു. വിവരങ്ങളുമായി രജിത് കുമാർ ചേരുന്നുണ്ട്. രജിത്ത്, ഈ രണ്ടാം ജാമ്യാപേക്ഷയിലും വിധി വരുന്നത് മാറ്റിയിരിക്കുകയാണ്. കടുത്ത നടപടികളിലേക്ക് പോകരുതെന്നും പ്രോസിക്യൂഷനോട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം തന്നെ ഈ രണ്ടാം പരാതിക്കാരിയുടെ മൊഴിയിലും രാഹുൽ മാങ്കൂട്ടത്തിലിന് കുരുക്കുകൾ മുറുകുന്ന തരത്തിലേക്കുള്ള വെളിപ്പെടുത്തലുകൾ പുറത്തുവരികയും ചെയ്യുന്നുണ്ട്. തീർച്ചയായും അമ്പിളി, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ 10-ാം തീയതി ജാമ്യ ഹർജിയിൽ വിധി പറയാമെന്നാണ് കോടതി അറിയിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ 10-ാം തീയതി വരെ രാഹുലിനെതിരെ യാതൊരു തരത്തിലുള്ള നടപടിയും സ്വീകരിക്കരുത് എന്ന പ്രോസിക്യൂഷനെ കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ രാഹുലിന്റെ എതിരെയുള്ള അതിജീവിതയുടെ മൊഴിയുടെ പകർപ്പടക്കം അന്വേഷണ സംഘം സീൽ വെച്ച കവറിൽ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഈ പകർപ്പടക്കം പരിശോധിച്ചതിന് ശേഷമായിരിക്കും കോടതി ഇത് സംബന്ധിച്ച കൂടുതൽ തീരുമാനത്തിലേക്ക് എത്തുക. അതുകൊണ്ട് തന്നെ 2 ദിവസത്തിന് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ കോടതി വിധി പറയുക. ക്രൂരമായ പീഡനത്തിനാണ് താൻ ഇരയായത് എന്നാണ് രണ്ടാമതായി പരാതി നൽകിയിട്ടുള്ള ബംഗളൂരു താമസക്കാരിയായിട്ടുള്ള 23-കാരി അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരിക്കുന്നത്. ജി പൂങ്കൊഴി SP-യുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിനാണ് യുവതി മൊഴി നൽകിയത്. വിവാഹ വാഗ്ദാനം നൽകിയാണ് രാഹുൽ താനുമായി ബന്ധം സ്ഥാപിച്ചത് എന്നിവർ പറയുന്നു. ഒപ്പം തന്നെ സംസാരിക്കാനുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഫെനിയാണ് തന്നെ കാറിൽ കയറ്റി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഹോം സ്റ്റേയിൽ എത്തിച്ചത്. ഒപ്പം തന്നെ തനിക്ക് ക്രൂരമായ പീഡനത്തിനാണ് ഇരയാകേണ്ടി വന്നതെന്നും അവർ പറയുന്നു. ശരീരമാസകലം മുറിവേൽപ്പിക്കുന്ന തരത്തിൽ കൊണ്ടുള്ള ലൈംഗിക അതിക്രമങ്ങളാണ് തന്നോട് നടത്തിയത് എന്നും അവർ തുടർന്ന് തന്നെ വിവാഹം കഴിക്കാൻ കഴിയില്ല എന്ന് രാഹുൽ അറിയിച്ചതായി ഇവർ പറയുന്നു. ലൈംഗിക അതിക്രമത്തിന് ശേഷം മാനസികവുമായി ശാരീരികവുമായി താൻ തളർന്നു പോയിരുന്നു. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ താൻ ഇപ്പോഴും ഭയപ്പെടുകയാണ് എന്ന് അവർ പറയുന്നു. വീട്ടുകാരോടുള്ള ഭയം മൂലമാണ് ഇക്കാര്യവുമായി കേസടക്കമുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ മറ്റാരോടും ഇക്കാര്യം പറഞ്ഞതുമില്ല എന്ന കാര്യം ഇവർ വ്യക്തമാക്കുന്നുണ്ട്. എന്ന് തന്നെയായാലും കേസുമായി മുന്നോട്ട് പോകാൻ ഇപ്പോഴും താൻ ഭയപ്പെടുന്ന ഒരു സാഹചര്യമാണ് എന്നാണ് അതിജീവിത വ്യക്തമാക്കുന്നത്. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മൊഴി ഇപ്പോൾ അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഇവ കൂടി പരിശോധിച്ചതിന് ശേഷം 2 ദിവസത്തിനകം കോടതി ഇക്കാര്യത്തിൽ രാഹുലിന് മുൻകൂർ ജാമ്യം നൽകുന്ന കാര്യത്തിൽ വിധി പറയും. അതുവരെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ കേസിൽ ഒരു നടപടിയും എടുക്കരുതെന്ന നിർദ്ദേശം കൂടി കോടതി നൽകിയിട്ടുണ്ട്. ശരി, വിശദാംശങ്ങൾ നൽകുകയായിരുന്നു രജിത്ത്. തൃശൂരിൽ കാട്ടാന ആക്രമണത്തിൽ ഒരു മരണം. വെള്ളിക്കുളങ്ങര ചായപ്പൻകുഴി സ്വദേശി തൈക്കൂടൻ സുബ്രഹ്മണ്യനാണ് മരിച്ചത്. ഇന്ന് രാവിലെ 6 മണിയോടെയാണ് സംഭവം.
സുബ്രഹ്മണ്യൻ ചായ കുടിക്കാൻ കടയിലേക്ക് പോകുമ്പോഴായിരുന്നു സംഭവം. തുമ്പിക്കൈയില്ലാത്ത കുട്ടിയാനെ അടങ്ങുന്ന ആനക്കൂട്ടമാണ് സുബ്രഹ്മണ്യനെ ആക്രമിച്ചത്. പ്രദേശത്ത് ദിവസങ്ങളായി ആനയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. സുബ്രഹ്മണ്യനെ അടിച്ച് നിലത്തിട്ട ആന നെഞ്ചിൽ ചവിട്ടുകയായിരുന്നു. കുറേ മാസങ്ങളായിട്ട് നിരന്തരമായിട്ട് ആനയുടെ ശല്യമാണ്. ചായപ്പൂടി ജംഗ്ഷൻ പള്ളി സ്കൂൾ അവിടെ 100 മീറ്റർ അകലെയാണ് ഇപ്പോൾ രാവിലെ ഉണ്ടായിട്ടുള്ള തെക്കൂടൻ സുബരൻ എന്ന് പറയുന്ന ഒരു 75 വയസ്സുള്ള ഒരു പ്രായമുള്ള ആളെ ആന ചവിട്ടി കൊന്നു. പള്ളിയുടെ അടുത്തുനിന്ന് 100-150 മീറ്റർ, ഫോറസ്റ്റ് ഓഫീസിൽ 100 മീറ്റർ മാത്രം അകലെയുള്ള അടുത്താണ്. ഒരു 6 മാസം മുമ്പ് ചായപ്പൂടി ഇതേ സ്ഥലത്ത് വെച്ച് ഒരാളുടെ ഈ ഫോറസ്റ്റ് ഓഫീസിന് മതിലിനോട് ചേർന്നുള്ള ഒരു 10-500 വാഴ നശിപ്പിച്ചിട്ട് അതിനുശേഷം ഇവർ ചിലപ്പോഴൊക്കെ അവിടെ പട്രോളിംഗ് നടത്തും. അത് കഴിഞ്ഞു, സമരം കഴിഞ്ഞു, പ്രശ്നം തീർന്ന രീതിയിൽ ഇപ്പോൾ ഒരു തരത്തിലുള്ള ഫോറസ്റ്റുകാരുടെ ശ്രദ്ധ അവിടെ ഇല്ല. സംഭവത്തെ തുടർന്ന് ചായ്പിൻകുഴി ഫോറസ്റ്റ് സ്റ്റേഷനിൽ നാട്ടുകാർ പ്രതിഷേധിച്ചു. ഫോറസ്റ്റ് ഓഫീസിന്റെ ജനൽ ചില്ലുകളും ജീപ്പിന്റെ ചില്ലുകളും അടിച്ചു തകർത്തു. ഫോറസ്റ്റ് ഓഫീസിനകത്ത് കയറിയും പ്രതിഷേധിച്ചു. എങ്ങനെ ജീവിക്കും ചായപ്പൻകുഴിയില്? ഉത്തരം പറയേണ്ട ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ സംവിധാനങ്ങൾ. ആനകൾ നാട്ടിലിറങ്ങുന്നത് തടയാൻ പവർ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അമൃത ന്യൂസ്, തൃശൂർ. വന്ദേ മാതരത്തിന്റെ 150-ാം വാർഷികവുമായി ബന്ധപ്പെട്ട പ്രത്യേക ചർച്ച ലോക്സഭയിൽ തുടങ്ങി. 10 മണിക്കൂറാണ് പ്രത്യേക ചർച്ചയുണ്ടാവുക. വന്ദേ മാതരത്തിന്റെ കാര്യത്തിൽ ഭരണപക്ഷമോ പ്രതിപക്ഷമോ ഇല്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ ആകെ ഒന്നിപ്പിച്ചതാണ് വന്ദേ മാതരം. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പ്രചോദനം നൽകുന്നത് വന്ദേ മാതരമാണ്. ദേശകാല വ്യത്യാസമില്ലാതെ ഭാരത സങ്കല്പത്തിന്റെ ഭാഗമായി വന്ദേ മാതരം മാറിയിരിക്കുന്നുവെന്നും വിശ്വവിജയത്തിന്റെ മന്ത്രമാണ് വന്ദേ മാതരമെന്നും പ്രധാനമന്ത്രി. ചർച്ചയുടെ അവസാന ഘട്ടത്തിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സംസാരിക്കും. 100 साल हुए तब देश आपातकाल की जंजीरों में जकड़ा हुआ था. जब वंदे मातरम 100 साल के अत्यंत उत्तम पर्व था, तब भारत के संविधान का गला घोंट दिया गया था. जब वंदे मातरम വന്ദേ മാതരത്തെ സ്വീകരിച്ചത് കോൺഗ്രസ് ആണെന്നും വന്ദേ മാതരം ഇന്ത്യയുടെ ആത്മാവിന്റെ ഭാഗമാണെന്നും പ്രിയങ്ക ഗാന്ധി. गाते हुए बंगाल की सड़कों पर उतरे, विद्यार्थियों से लेकर किसानों तक, व्यापारियों से लेकर वकीलों तक हर कोई ये गीत गाने लगा. इस गीत की शक्ति को समझिए. ब्रिटिश साम्राज्य इसको सुनकर कांपता था और हमारे देशवासी इसको सुनकर वे मन बनाते थे, वे हिम्मत बनाते थे कि इस भयंकर साम्राज्य के खिलाफ सत्य और अहिंसा के नैतिक हथियारों को लेकर शहीद होने की तैयारी करते थे. പാർലമെന്റിൽ ചർച്ചയുടെ അവസാന ഘട്ടത്തിൽ സംസാരിച്ചത് രാജ്നാഥ് സിംഗ് ആണ്. ഭാരതത്തിന്റെ ആത്മാവിന്റെ ശബ്ദമാണ് വന്ദേ മാതരമെന്നും കഴിഞ്ഞ കാലങ്ങളിൽ വന്ദേ മാതരത്തോട് ഭരണകർത്താക്കൾ നീതി കാണിച്ചില്ലെന്നും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. एक नई चेतना भी जागृत कर दी थी. उस समय अमृत बाजार पत्रिका के संस्थापक श्री मोतीलाल घोष ने कहा था, मैं तो वंदे मातरम गाऊंगा ही, भले ही हमें अपना सिर क्यों न गंवाना पड़े. यह बात उन्होंने कही थी. अध्यक्ष महोदय, राष्ट्रीय चेतना जागृत करने के लिए उस समय वंदे मातरम संप्रदाय की भी स्थापना की गई थी और इसके सदस्य वंदे मातरम गाते हुए प्रभात फेरी भी प्रतिदिन निकाला करते थे. इनमें गुरुदेव रविंद्रनाथ टैगोर भी कई बार जाते थे. जब 1906 में भारत का प्रथम राष्ट्रीय झंडा बनाया गया था, उसके मध्य में भी वंदे मातरम लिखा हुआ. यह झंडा पहली बार बंगाल की धरती पर ही फहराया गया था अध्यक्ष महोदय. और अगस्त 1906 में जब श्री बिपिन चंद्र पाल जी ने राष्ट्र चेतना जगाने के लिए एक समाचार पत्र की शुरुआत की थी, तो उसका नाम भी वंदे मातरम ही था अध्यक्ष महोदय. ശബരിമല സന്നിധാനത്തേക്കാണ് ഇപ്പോൾ ദീപാരാധനയുടെ സമയമാണ്.
ശബരിമല സന്നിധാനം ഭക്തിസാന്ദ്രമാണ്. വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇപ്പോൾ ദീപാരാധനയുടെ സമയമായിരുന്നു. തത്സമയ സംപ്രേഷണമാണ് പ്രേക്ഷകർ കണ്ടത്. സ്ത്രീകളുടെ പള്ളിപ്രവേശനവുമായി ബന്ധപ്പെട്ട് പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങളുടെ മകൾ നടത്തിയ പരാമർശത്തിൽ പ്രതികരണവുമായി MK മുനീർ MLA. 16 വയസ്സുള്ള പെൺകുട്ടി ഒരു വേദിയിൽ വന്ന അഭിപ്രായം പറഞ്ഞതിനെ പോസിറ്റീവായി കാണുന്നുവെന്ന് മുനീർ കോഴിക്കോട് പറഞ്ഞു. ഒരു 16 വയസ്സുള്ളൊരു പെൺകുട്ടിയല്ലേ, അവർ ഒരു പൊതുവേദിയിൽ വന്ന് സംസാരിക്കാനും വിഷയത്തെക്കുറിച്ച് അവരുടെ അഭിപ്രായം പ്രകടിപ്പിക്കാനും മുന്നോട്ട് വന്നതിലെ പോസിറ്റീവ് കാര്യത്തെ മാത്രമേ ഞാൻ പരിഗണിക്കുന്നുള്ളൂ. കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പോളിംഗ് നാളെ. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളാണ് നാളെ ഒന്നാം ഘട്ടത്തിൽ വിധിയെഴുതുന്നത്. തിരഞ്ഞെടുപ്പിന്റെ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. നാളെ രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. രാവിലെ 6-ന് സ്ഥാനാർത്ഥികളുടെയും ഏജന്റുമാരുടെയും സാന്നിധ്യത്തിൽ മോക്ക് പോൾ നടക്കും. പ്രായമായവർക്കും ഭിന്നശേഷിക്കാർക്കും ശാരീരിക അവശതയുള്ളവർക്കും വരി നിൽക്കാതെ വോട്ട് രേഖപ്പെടുത്താം. പോളിംഗ് സ്റ്റേഷനുകളിൽ വൈദ്യുതി, കുടിവെള്ളം, വിശ്രമസ്ഥലം, റാമ്പ്, ക്യൂ സൗകര്യം തുടങ്ങിയവ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വോട്ടെടുപ്പ്, വോട്ടെണ്ണൽ എന്നിവ തടസ്സപ്പെടുത്തുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കും. മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനം, കള്ളവോട്ട് ചെയ്യൽ, ആൾമാറാട്ടം, പോളിംഗ് ബൂത്തിൽ അതിക്രമം, തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യൽ, തിരഞ്ഞെടുപ്പ് സാമഗ്രികൾ നശിപ്പിക്കൽ എന്നീ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്കെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. വോട്ട് ചെയ്യാനെത്തുന്നവർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ ID കാർഡ്, ആധാർ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, പാൻ കാർഡ്, 6 മാസം മുൻപ് ദേശസാൽകൃത ബാങ്കുകൾ നൽകിയ ഫോട്ടോ പതിപ്പിച്ച പാസ്ബുക്ക്, ഫോട്ടോ പതിപ്പിച്ച SSLC ബുക്ക്, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ സ്ലിപ്പ് എന്നിവ തിരിച്ചറിയൽ രേഖയായി ഉപയോഗിക്കാം. പ്രവാസി വോട്ടർമാർ പോളിംഗ് സ്റ്റേഷനുകളിൽ പാസ്പോർട്ടിന്റെ ഒറിജിനൽ കാണിക്കണം. അമൃത ന്യൂസ്, തിരുവനന്തപുരം.